Good morning all. നമ്മൾ കമ്പനീസ് ആക്ട് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കമ്പനീസ് ആക്ട് ചാപ്റ്റർ നമ്പർ 22 ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. ആ ചാപ്റ്റർ നമ്പർ ഓർത്തിരിക്കുക. ആ ചാപ്റ്റർ നമ്പർ ഓർത്തിരുന്നാലേ അതിൽ നിന്ന് വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് ചാപ്റ്റർ നമ്പർ 22 ആണ്. 22-നകത്ത് സെക്ഷൻ 379 തൊട്ട് 393 379 തൊട്ട് 393 വരെയുള്ള സെക്ഷൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞത്. ഇതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടോ, ദാറ്റ് മീൻസ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി, അതായത് ഇന്ത്യക്കകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അതിന് ഇന്ത്യൻ കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. ദാറ്റ് മീൻസ് ഇന്ത്യൻ കോൺസെപ്റ്റിനകത്ത് അത് ഫോറിൻ കമ്പനിയാണ് അല്ലെ. സോ അങ്ങനെ ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന നേരത്ത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന നേരത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സെക്ഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പഠിക്കാൻ പോകുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ കിടക്കട്ടെ. കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് അല്ലെ, അല്ലെങ്കിൽ അതൊരു ഫോറിൻ കമ്പനിയാണ്. ഇന്ത്യ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു ഫോറിൻ കമ്പനിയാണ്. സോ ആ ഫോറിൻ കമ്പനി ഇന്ത്യക്കകത്ത് വന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫോറിൻ കമ്പനി, ആപ്ലിക്കേഷൻസ് ഓഫ് ആക്ട് ടു ഫോറിൻ കമ്പനീസ്, ഏതൊക്കെ സെക്ഷൻസ് ആണ് ഫോറിൻ കമ്പനിക്ക് അപ്ലിക്കബിൾ ആവുന്നത്, പിന്നെ ഓരോ സെക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കണം കേട്ടോ. സോ ആ പറയുന്ന ഫ്ലോ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് പോവാം. ദ ഫസ്റ്റ് വൺ, മീനിങ്. ഫോറിൻ കമ്പനി എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഇന്ത്യൻ കോൺസെപ്റ്റിനകത്ത് ഫോറിൻ കമ്പനി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ ബോഡി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ വെദർ ബൈ ഇറ്റ് സെൽഫ് ഓർ ത്രൂ ആൻ ഏജന്റ്, ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. മനസ്സിലായോ? ആൻഡ് conducts any business activity in India in any other manner. Clause 42 section 2. That means foreign company എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ ഓർത്ത് വെച്ചില്ലെങ്കിലും ഫോറിൻ കമ്പനി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന ഇനി പറയാൻ പോകുന്ന സെക്ഷൻസ് എല്ലാം ബാധകമാവുന്ന ഫോറിൻ കമ്പനീസ് എന്നാണ് നമ്മൾ നോക്കണേ. പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ആൻഡ് ദി ഇമ്പോർട്ടന്റ് വൺ, ഇന്ത്യയിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം അല്ലെ. അതിനകത്ത് പറഞ്ഞ എന്താ നോക്കി, എങ്ങനെയൊക്കെ വേണേലും ആവാം. ആ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയാ? ഡയറക്ട്ലി ഓർ ത്രൂ ആൻ ഏജന്റ്, ഫിസിക്കലി ഓർ ഇലക്ട്രോണിക് മോഡ്. മനസ്സിലായോ? സോ ഇങ്ങനെയുള്ളതിനെയാണ്, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്താന്ന് പറയണേ? ഫോറിൻ കമ്പനിയാണെന്ന് പറയണേ. സോ രണ്ട് സെന്റൻസ്, അല്ലെങ്കിൽ രണ്ട് ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ്. ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കണം, കൂടാതെ ഇവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. ആ ഉണ്ടാവുന്ന പ്ലേസ് ഓഫ് ബിസിനസ് വേണമെങ്കിൽ ഇലക്ട്രോണിക് മോഡിലും ആവാം. ഓക്കെ, നോക്കാം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇലക്ട്രോണിക് മോഡ്. അതായത് നമ്മൾ പറഞ്ഞ എന്താ, പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് മോഡിലൂടെ ആവും, ഇലക്ട്രോണിക്കലി ആവാന്ന് പറഞ്ഞു. സോ എന്തൊക്കെയാണ് ഇലക്ട്രോണിക് മോഡ് എന്ന് നോക്കാം. ഓക്കെ, electronic mode includes carrying out electronically based on business to business and business to consumer transactions, data interchange and other digital supply transactions. The second one, offering to accept deposit or inviting deposit or accepting deposit or subscription in securities in India or from citizens of India. And the third one, financial settlement, web-based marketing, advisory and transactional services, database services and products supply chain management. And the fourth one, online services such as telemarketing, telecommunicating, telemedicine, education, information, research. And all related data communication services, whether conducted by email, mobile device, social media, cloud computing, document management, voice or data transmission or otherwise. So, എന്തൊക്കെയാണ് ഇലക്ട്രോണിക് മോഡ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞത്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ്, കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് താഴെ. ഇഫ് എ ട്രാൻസാക്ഷൻ ഫോൾസ് വിത്തിൻ ദ മീനിങ് ഓഫ് ഇലക്ട്രോണിക് മോഡ് ആസ് ഡിഫൈൻഡ് അബോവ്, ഈ പറയുന്നതിനകത്ത് കീഴിൽ വരുന്ന ഏതെങ്കിലും ഒന്നാണ് ഇലക്ട്രോണിക് മോഡ് എങ്കിൽ, ഇറ്റ് ഷാൾ ബി ടേംഡ് ആസ് ഇലക്ട്രോണിക് മോഡ് വെദർ ദ മെയിൻ സെർവർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇലക്ട്രോണിക് മോഡിനകത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ സെർവർ ഇന്ത്യക്കകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. മനസ്സിലായോ? ഇന്ത്യക്ക് അകത്ത് തന്നെ മെയിൻ സെർവർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എവിടെ വേണേലും ചെയ്യാം, ഇന്ത്യക്ക് പുറത്ത് വേണേലും ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ പറഞ്ഞ കാര്യങ്ങൾ, ഫോറിൻ കമ്പനി ആവണമെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം, നമ്പർ 1. ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടെ ആയിരിക്കണം. ആ ബിസിനസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് മോഡിലാവാന്ന് പറഞ്ഞേ. ആ ഇലക്ട്രോണിക് മോഡിനകത്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്.
ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ സെർവർ ഇന്ത്യക്ക് അകത്ത് തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. മനസ്സിലായോ? ആൻഡ് എന്തൊക്കെയാണ് പ്ലേസ് ഓഫ് ബിസിനസ് നോക്കാം. The expression place of business includes a share transfer office or share registration office. ഒരു കേസിലോ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കേസിലോ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് തന്നെ അത് കാണിച്ചത്. ദാറ്റ് മീൻസ് പ്ലേസ് ഓഫ് ബിസിനസ്സിനകത്ത് ഏതും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും. ഷെയർ ട്രാൻസ്ഫർ ഓഫീസോ അല്ലെങ്കിൽ ഷെയർ രജിസ്ട്രേഷൻ ഓഫീസോ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ സ്റ്റാറ്റസ്. നോക്കി, എ ഫോറിൻ കമ്പനി ഈസ് നോട്ട് എ കമ്പനി as defined under section 2 subsection 20 of the Companies Act 2013. അതായത് ഫോറിൻ കമ്പനീസിനെ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി ആയിട്ട് നമുക്ക് ടേം ആവാൻ പാടില്ല, അല്ലെങ്കിൽ കമ്പനി ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാം? That means a foreign company is a body corporate as defined under section 2 subsection 11 of the Companies Act 2013. മനസ്സിലായി? സോ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു കമ്പനി അല്ല. ഇന്ത്യൻ കോൺസെപ്റ്റിനകത്ത് അതിനെ ഒരു കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അതിന് എന്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, എന്തായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈ പറയുന്നത് പോലെ അതിനൊരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ സെക്ഷൻ അല്ലെങ്കിൽ ചാപ്റ്റർ നമ്പർ 22 ആണ് നമ്മൾ പറഞ്ഞത്. ആ ചാപ്റ്റർ നമ്പർ 22നകത്ത് ഫോറിൻ കമ്പനീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? സോ ഇന്ത്യക്കകത്ത് ഒരു കമ്പനീനെ ഫോറിൻ കമ്പനി ആവണം എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്തായിരുന്നു? ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. അതുമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി വരണമെന്നില്ല, ഏജന്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡോ ആവാം. ആ ഇലക്ട്രോണിക് മോഡിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ ഇലക്ട്രോണിക് മോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർവർ ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ആവാം. പിന്നെ പറഞ്ഞ എന്താ? പ്ലേസ് ഓഫ് ബിസിനസ്സിനകത്ത് ഏതും കൂടെ കയറി വരും, ഷെയർ ട്രാൻസ്ഫർ ഓഫീസ് അല്ലെങ്കിൽ ഷെയർ രജിസ്ട്രേഷൻ ഓഫീസും കൂടെ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് വരും. ആൻഡ് ദ ലാസ്റ്റ് വൺ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്റ്റാറ്റസിനകത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഒരിക്കലും ഫോറിൻ കമ്പനിയെ കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഏത് മാത്രമായിട്ടാ? ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ആക്ട് ടു ഫോറിൻ കമ്പനീസ്. ഏതൊക്കെ സെക്ഷൻസ് ആണ്, ഏതൊക്കെ ആക്ട് ആണ് ഫോറിൻ കമ്പനീസിന് അപ്ലിക്കബിൾ ആവണേ എന്നാണ് നോക്കണേ. സെക്ഷൻ 379, ദ സ്റ്റാർട്ടിംഗ് വൺ. മനസ്സിലായോ? ചാപ്റ്റർ 22നകത്ത് സ്റ്റാർട്ടിംഗ് സെക്ഷൻ ആണ് 379 എന്ന് പറഞ്ഞത്. അതിനകത്താണ് പറയുന്നത്, നോക്കി, അപ്ലിക്കേഷൻ ഓഫ് ആക്ട് ടു ഫോറിൻ കമ്പനീസ്. ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സെക്ഷൻസിനകത്താണെന്നാണ് പറയുന്നത്. ഞാൻ അതിനെ 2 പാർട്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് പാർട്ട് ഈസ്, നോക്കൂ, applicability of the various provision of the act to foreign companies, section 382 386 both inclusive, and section 392 and 393 shall apply to all foreign companies. അതായത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സെക്ഷൻ 379 തൊട്ട് 393 വരെയുള്ള കാര്യങ്ങളാണ് പറയണേ, അല്ലെ? അതിനകത്ത് 379നകത്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ 380 തൊട്ട് 386 പറയുന്ന, അല്ലെങ്കിൽ 380 തൊട്ട് 386 വരെയും 392ഉം 393ഉം ഇത്രയും സെക്ഷൻസ് എല്ലാ ഫോറിൻ കമ്പനീസിനും ബാധകമാണ്. മനസ്സിലായോ? ഇത്രയും സെക്ഷൻസ്, പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും പറയണ്ട, ഇത്രയും സെക്ഷൻസ് എല്ലാ ഫോറിൻ കമ്പനീസിനും ബാധകമാണ്. സോ അതെന്താണെന്ന് മനസ്സിലാക്കണം, അല്ലേ? അതായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാലേ നമുക്ക് ഓരോ സെക്ഷനിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം എടുത്തത്. സോ സെക്ഷൻ 379നകത്ത് പറയുന്നത് ഫോറിൻ കമ്പനീസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷൻസിനെ കുറിച്ചാണ്. അതിനെ നമ്മൾ 2 പാർട്ടായിട്ടാണ് തരംതിരിച്ചത്. അണ്ടർ പാർട്ട് 1 നമ്മൾ പറഞ്ഞ എന്താ? സെക്ഷൻ 380 തൊട്ട് 380 തൊട്ട് 386 വരെയുള്ളതും 392 393 ഈ സെക്ഷൻസ് എല്ലാ ഫോറിൻ കമ്പനീസിനും ബാധകമാണ്, എ ടു സെഡ്. അങ്ങനെയാണെങ്കിൽ പാർട്ട് 2 എന്താണെന്ന് നോക്കി. That means applicability of chapter 22 and other provisions prescribed by the central government if 50% or more of the paid up share capital, whether equity or preference or partly equity or partly preference of a foreign company is held, whether singly or in an aggregate by. അതായത് 50% കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ആർക്കുണ്ടാവണം? നോക്കി, 1 or more Indian citizen or 1 or more companies or body corporators incorporated in India. ഇന്ത്യയിലുള്ള സിറ്റിസൺസിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികൾക്കോ, ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികൾക്കോ, ഓർ ബോത്ത് 1 or more Indian citizen or 1 or more body corporates incorporated in India. മനസ്സിലായോ? ഓക്കെ, അവർക്ക് മാത്രമാണ് ബാക്കിയുള്ള സെക്ഷൻസ് അപ്ലിക്കബിൾ ആയിട്ട് പറഞ്ഞത്. ചാപ്റ്റർ 22നകത്ത് പറഞ്ഞ ബാക്കിയുള്ള കുറെ സെക്ഷൻസ് അല്ലേ? അതിനകത്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് പറഞ്ഞാണ് നമ്മൾ 380 തൊട്ട് 386 വരെയുള്ള കാര്യങ്ങളും 92 93 ഒക്കെ പറഞ്ഞത്. ബാക്കിയുള്ള സെക്ഷൻസ് എല്ലാ കമ്പനികൾക്കും അപ്ലിക്കബിൾ അല്ല. ആ അപ്ലിക്കബിൾ ആവണമെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവണം. എന്താ? ഈ പറയുന്ന പോലെ 50%നേക്കാൾ കൂടുതൽ ഷെയർ ആരുടെ കയ്യിൽ ഉണ്ടാവണം? ഇന്ത്യൻ സിറ്റിസൺസിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ കയ്യിലോ, ബോഡി കോർപ്പറേറ്റീവ്സിന്റെ കയ്യിലോ, അല്ലെങ്കിൽ ബോത്ത്, ഇവർക്ക് 2 പേർക്കും കൂടെ ഉണ്ടാവണം. ഓക്കെ, സോ ഇനി പഠിക്കാൻ പോകുന്നത് അതെന്തൊക്കെയാണെന്ന്.
ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, നമ്മളോട് പറഞ്ഞ എന്താ, 380 തൊട്ട് 386 വരെയുള്ളത് എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 392ഉം 393ഉം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ രണ്ട് പോയിന്റിലും നമുക്ക് ഈ പറയുന്നത് പോലെ ഫോറിൻ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നോ അത് ആരുടെ കയ്യിലാണെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 387 തൊട്ട് 391 വരെയുള്ള സെക്ഷൻസ് ഫോളോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആവണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ഫോറിൻ കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ ഈ പറയുന്ന പോലെ ഇന്ത്യൻ സിറ്റിസൺസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി കോർപ്പറേറ്റിന്റെ ഉണ്ടാവണം. നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് നോക്കാം. സോ മനസ്സിൽ കിടക്കട്ടെ, ഒരു ഫോറിൻ കമ്പനിയാണ്, വിദേശത്തുള്ള ഒരു കമ്പനിയാണ്, അവർ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? ബിസിനസ് ചെയ്യാൻ പോവാ. സോ അങ്ങനെ വരുന്ന നേരത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം നോക്കാം. സെക്ഷൻ 380, ഫസ്റ്റ് വൺ, documents etc to be delivered registrar by foreign companies. Section 380. അതായത് ഇവിടെ ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് രജിസ്ട്രാർ കൊടുക്കണം? The first one, legal requirements. When the place of business is established, every foreign company shall deliver the following documents to the registrar for the registrations. എന്തൊക്കെയാണെന്ന് നോക്കാവേ. A certified copy of charter, statutes or memorandum and article or other instruments defining the constitution of the company. If such instruments is not in English language, a certified translation thereof in the English language shall be filed. അതായത് ആ ഏത് രാജ്യത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ബേസിക് ഡോക്യുമെന്റ്സ്, മെമ്മോറണ്ടോ ആർട്ടിക്കിൾസോ അങ്ങനെ എന്താണോ അത്, ഇനി അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിലും അതിന്റെ ഒരു സർട്ടിഫൈഡ് കോപ്പിയും കൂടെ വേണം. മനസ്സിലായി? എ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ thereof. And the second one, the full address and the registered office of the principal or the principal office of the company. കമ്പനിയുടെ ഫുൾ അഡ്രസ്, രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, പ്രിൻസിപ്പൽ ഓഫീസ് എവിടെയാണ്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസ്. ദ ഫുൾ അഡ്രസ് ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് വേണമെന്ന് പറഞ്ഞായിരുന്നു അല്ലെ, അത് എവിടെയാണെന്ന് നോക്കണം, അതിന്റെ അഡ്രസ്സും കൂടെ വേണം. ആൻഡ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഓൺ ഏർലിയർ ഒക്കേഷൻസ്. കമ്പനി ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും വേണം. ആൻഡ് എ ലിസ്റ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ സെക്രട്ടറീസ് ആരൊക്കെയാണ്, അതിന്റെ ലിസ്റ്റ്. The name and address of the person resident in India, important ആണ്. India authorized to accept on behalf of the company's notice or other documents required to be served by the company. അതായത് ഒരു ഇന്ത്യൻ റെസിഡന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ട്? ഈ പറയുന്ന ഫോറിൻ കമ്പനിയുടെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഫോറിൻ കമ്പനിക്ക് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് അയക്കാനും സെർവ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസിഡന്റ് ഉണ്ടായിരിക്കണം. അങ്ങേരുടെ ഡീറ്റെയിൽസും കൂടെ ഈ രജിസ്ട്രാർക്ക് കൊടുക്കണം. ഇനി പറഞ്ഞ എന്താ? എ ഡിക്ലറേഷൻ ദാറ്റ് നൺ ഓഫ് ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി ഓർ ദ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ് ഇൻ ഇന്ത്യ ഹാസ് എവർ ബീൻ കൺവിക്റ്റഡ് ഓർ ഡിബാർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ കമ്പനി ആൻഡ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ ഓർ അബ്രോഡ്. അതായത് ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ശരി, ഈ പറയുന്ന ഇന്ത്യക്കകത്തുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണെങ്കിലും ശരി, അങ്ങേർക്ക് കമ്പനി തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ എവിടെയും ഇന്ത്യക്കകത്തോ പുറത്തോ അങ്ങേരെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിബാർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനും കൂടെ കൊടുക്കണം, ഓതറൈസേഷനും കൂടെ കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ആർക്ക് കൊടുക്കേണ്ടത്? സെക്ഷൻ 380 പ്രകാരം ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടത്. പോയിന്റ് നമ്പർ 2, the required document shall be delivered to the registrar for the registration within the 30 days of the establishment of the place of business in India by the foreign company. എപ്പോഴാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്ലേസ് ഓഫ് ബിസിനസ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ വിത്തിൻ 30 days എന്നാണ് പറയുന്നത്. ആർക്ക് കൊടുക്കണം? രജിസ്ട്രാർക്ക് കൊടുക്കണം. And the second one, where any alteration, എന്തെങ്കിലും തരത്തിലുള്ള ഓൾട്ടറേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമ്മളോട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അല്ലെ. അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഓൾട്ടറേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും എപ്പോ രജിസ്ട്രാറിനെ ആ ഓൾട്ടറേഷൻ വന്നതിന് 30 ദിവസത്തിനുള്ളിൽ തന്നെ അറിയിക്കണം. ഓക്കെ, സോ സെക്ഷൻ 379 പറഞ്ഞത് അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. എന്നിട്ട് നമ്മൾ 380 എടുത്തു. 380 പറഞ്ഞത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, എന്തൊക്കെയാണ് വേണ്ടത്? ഈ പറയുന്ന പോലെ ഫുൾ അഡ്രസ്സ് അല്ലെ, ഈ ഇന്ത്യയിലുള്ള ഒരു റെസിഡന്റ് അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. ഇത് എപ്പോൾ കൊടുക്കണം? വിത്തിൻ 30 days നമ്മൾ കൊടുക്കണം. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് നമ്മൾ എപ്പോ ആ ചേഞ്ചസിന്റെ ഓൾട്ടറേഷനും ആർക്ക് തന്നെ അറിയിക്കണം? രജിസ്ട്രാറിനെ അറിയിക്കണം. എപ്പോ? വിത്തിൻ 30 days. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെക്ഷൻ 381, accounts of foreign company. Okay, every foreign company shall in every calendar year, normal case പോലെ തന്നെയാണോ, make out the balance sheet and the profit and loss account in such form containing such particulars and including having annexed or attached thereto such documents as may be prescribed. ഇനി അത് എന്ത് ചെയ്യണം? അതിന്റെ ഒരു കോപ്പി, deliver the copy of those documents to the registrar.
മനസ്സിലായി? അതായത് 381 പറയുന്നത് നോർമലി ഉള്ള പോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പി ആൻഡ് എല്ലാം പ്രിപ്പയർ ചെയ്യുക, അതിന് അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി ആറിലോട്ട് എത്തിക്കുക, രജിസ്ട്രാറിലോട്ട് എത്തിക്കുക. ഇഫ് എനി സച്ച് ഡോക്യുമെന്റ്സ് ആസ് മെൻഷൻ എന്തല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ അതിനെ ഒരു സർട്ടിഫൈഡ് കോപ്പി, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി വേണം കൊടുക്കാൻ. മനസ്സിലായി? പിന്നെ പറഞ്ഞ എന്താ, എവറി ഫോറിൻ കമ്പനി ഷാൾ സെൻഡ് ടു ദ രജിസ്ട്രാർ along with the documents required to be delivered him under subsection 1 a copy of list prescribed. That means ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആരിലോട്ട് എത്തിക്കണം, ഈ പറയുന്ന രജിസ്ട്രാറിലോട്ട് എത്തിക്കണം. മനസ്സിലായി? സോ സെക്ഷൻ 381 അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയണേ. 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, കമ്പനി ഈ പറയുന്നത് പോലെ നോർമൽ പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ഒരു കോപ്പി ആറിലോട്ട് എത്തിക്കണം, രജിസ്ട്രാറിലോട്ട് എത്തിക്കണം. ഇനി പറഞ്ഞ എന്താ, അങ്ങനെ കൊടുക്കുന്ന കോപ്പി ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫൈഡ് കോപ്പിയും കൂടെ കൊടുക്കണം. സോ 380 എന്തായിരുന്നു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം രജിസ്ട്രാർക്ക് അല്ലെ. 381 അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ 382 നോക്കി, ഡിസ്പ്ലേ ഓഫ് നെയിം ഓഫ് ദ ഫോറിൻ കമ്പനി. അതായത് ഇന്ത്യയിൽ തുടങ്ങുന്നത് ഫോറിൻ കമ്പനി ആണെങ്കിൽ അതിന്റെ പേര് എവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ, ഡ്യൂട്ടി ടു എക്സിബിറ്റ് ഇറ്റ്സ് നെയിംസ് ഔട്ട്സൈഡ് ദ പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അതിന്റെ പുറത്ത് തീർച്ചയായിട്ടും കാണിക്കണം. എന്തൊക്കെ കാണിക്കണം? The name of the foreign company, the country of incorporation, the fact that the liability of the members is limited or not. മനസ്സിലായി? അതായത് കമ്പനിയുടെ പേര്, ഏത് രാജ്യത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, ലിമിറ്റഡ് ബൈ ഷെയർസ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് കാണിക്കണം. ആ കാണിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ കാണിക്കണം. മനസ്സിലായോ? അതായത് ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ അതിനെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഒരു 1 ലോക്കൽ ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്. എലിജിബിൾ ക്യാരക്ടേഴ്സ് ഓഫ് 1 ഓഫ് ദ ലോക്കൽ ലാംഗ്വേജസ്. മനസ്സിലായി? സോ 2 കാര്യങ്ങളാണ് പറഞ്ഞേ. ഒന്ന്, പ്ലേസ് ഓഫ് ബിസിനസിന്റെ 382 2 കാര്യങ്ങളാണ് പറഞ്ഞേ. നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസിന്റെ ഫ്രണ്ടിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ പേര്, ഏത് രാജ്യത്താണ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്, അത് ഈ പറയുന്ന പോലെ ലിമിറ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെയ്യണം. ഇനി അത് എങ്ങനെയൊക്കെ കാണിക്കണം, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലും കാണിക്കണം, 1 ഓഫ് ദ ലോക്കൽ ലാംഗ്വേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എലിജിബിൾ ക്യാരക്ടറിൽ തന്നെ ആയിരിക്കണം, പെട്ടെന്ന് റീഡബിൾ ആയിരിക്കണം എന്നർത്ഥം. ആൻഡ് നെക്സ്റ്റ് വൺ, ഇതിനകത്ത് പാർട്ട് 2, ഓക്കെ, ഡ്യൂട്ടി ടു എക്സിബിറ്റ് ഇറ്റ്സ് നെയിം എക്സെട്ര ഇൻ ബിൽസ്, ലെറ്റേഴ്സ് എക്സെട്ര. അതായത് എവിടെ നമ്മൾ പറഞ്ഞേ, ഇപ്പം നമ്മുടെ ഫോറിൻ കമ്പനിയുടെ ഫ്രണ്ടിൽ അല്ലെ, ഇതേ സാധനം തന്നെ നമ്മുടെ ഫോറിൻ കമ്പനിയുടെ ബില്ലിലും ലെറ്ററിനകത്തും എല്ലാത്തിനകത്തും വേണം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തും പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ? ദ നെയിം ഓഫ് ദ ഫോറിൻ കമ്പനി, ദ കൺട്രി ഓഫ് ഇൻകോർപ്പറേഷൻ, ദ ഫാക്ട് ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ് ഓർ നോട്ട്. ഇനി പറഞ്ഞ എന്താ, ദ എബോവ് particulars shall be exhibited in all business letters, bill heads, letter papers and in all notices, other official publications of the company. മനസ്സിലായി? സോ സെക്ഷൻ 382 പറഞ്ഞ എന്താ ആലോചിക്കേ. 382 പറഞ്ഞ എന്താ, ഈ പറയുന്ന പോലെ ഫോറിൻ കമ്പനിയുടെ പേരും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എക്സിബിറ്റ് ചെയ്യണം. എവിടെ? പ്ലേസ് ഓഫ് ബിസിനസിന്റെ ഫ്രണ്ടിലും ഈ പറയുന്ന പോലെ നമ്മുടെ ബില്ലോ ഡോക്യുമെന്റ്സോ അങ്ങനെ ലീഗൽ പേപ്പേഴ്സിന്റെ ഫ്രണ്ടിലും എല്ലാത്തിനകത്തും കാണിക്കണം. അതിനകത്ത് ഈ ബോർഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എലിജിബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്യാരക്ടറിനകത്തായിരിക്കണം, 1 ഓഫ് ദ ലോക്കൽ ലാംഗ്വേജസും വേണം. മനസ്സിലായി? സോ 379 എന്തായിരുന്നു? അപ്ലിക്കബിലിറ്റി ആയിരുന്നു അല്ലെ. 380 എന്താ പറഞ്ഞേ? 380, 381, 382 and the next one 383, the service of documents of on foreign company. Section 383, വായിക്കാം. Any documents required to be served on a foreign company shall be deemed to be sufficiently served if it is addressed to any person whose names and addresses have been delivered to the registrar under section 380 of the Companies Act 2030. മനസ്സിലായി? അതായത് ഈ പറയുന്ന പോലെ ഡോക്യുമെന്റ്സ് സെർവ് ചെയ്തായിട്ട് നമ്മൾ കണക്കാക്കണമെങ്കിൽ സെക്ഷൻ 380 നമ്മൾ കുറെ പേരുടെ പേര് പറഞ്ഞായിരുന്നു അല്ലെ. അതിനകത്ത് ഒരാളുടെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു. ആരാ? ഒരു ഇന്ത്യൻ സിറ്റിസൺ വേണം. അങ്ങേർക്ക് കൊടുത്താൽ അത് സഫീഷ്യന്റ് ആയിരിക്കും എന്നർത്ഥം. ഇൻക്ലൂഡിംഗ് പോസ്റ്റ്, ഹാൻഡ് ഡെലിവറി ഓർ ഇലക്ട്രോണിക് മോഡ്. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് നമ്മൾ ഡോക്യുമെന്റ്സ് സെർവ് ചെയ്യുന്നത് ആരുടെ പേരിലോട്ടായാലും മതി. ആ 380 പറയുന്ന ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ഇന്ത്യൻ സിറ്റിസൺസോ ആർക്ക് വേണേലും കൊടുക്കാം. അത് എങ്ങനെ വേണേലും ആവാം. ഇൻക്ലൂഡിംഗ് പോസ്റ്റ് ആയിട്ടോ ഹാൻഡ് ഡെലിവറി ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡായിട്ടോ എങ്ങനെ വേണേലും ചെയ്യും. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ 384, ഓക്കെ. Debentures, annual return, registration of charges, books of accounts and their inspection. ഏതിന്റെ? ഫോറിൻ കമ്പനിയുടെ ഡിബഞ്ചറിനെ കുറിച്ചും ആനുവൽ റിട്ടേണിനെ കുറിച്ചും രജിസ്ട്രേഷൻ ചാർജിനെ കുറിച്ചും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 384.
Okay, as per section 384, a certain provision of the Companies Act 2013 shall also apply to the foreign companies explained as below. മനസ്സിലായി? അതായത് കമ്പനീസ് ആക്ടിനകത്ത് പറയുന്ന ഇന്ത്യൻ കമ്പനിക്കകത്ത് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആർക്കും കൂടെ അപ്ലിക്കബിൾ ആണ്. ആർക്കും കൂടെ അപ്ലിക്കബിൾ ആണ്? ഫോറിൻ കമ്പനീസിനും കൂടെ അപ്ലിക്കബിൾ ആണ്. അതാണ് ഏത് സെക്ഷൻസിനകത്ത് പറയുന്നത്? 384നകത്ത് പറയുന്നത്. എന്തൊക്കെയായിരുന്നു നോക്കി? ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിബഞ്ചേഴ്സ്, സെക്ഷൻ 71 പ്രകാരം ഡിബഞ്ചേഴ്സിന്റെ കാര്യം, സെക്ഷൻ 92 പ്രകാരം ആനുവൽ റിട്ടേൺസിന്റെ കാര്യം, സെക്ഷൻ 135 പ്രകാരം നമ്മുടെ CSR അല്ലെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സെക്ഷൻ 128 പ്രകാരമുള്ള കാര്യം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആർക്കും കൂടെ ബാധകമാണ്? നമ്മുടെ ഫോറിൻ കമ്പനിക്കും കൂടെ ബാധകം. സിറ്റുവേഷൻ മനസ്സിലായോ? സോ സെക്ഷൻ 384നകത്ത് പറയുന്ന കാര്യം എന്തായിരുന്നു? ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ആനുവൽ റിട്ടേൺ, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്, കമ്പനി രജിസ്ട്രേഷൻ ചാർജസ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദെയർ ഇൻസ്പെക്ഷൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഏതും കൂടെ വരും? CSRും കൂടെ വരും. സെക്ഷൻ 135 CSRും കൂടെ വരും. ഇത് ആർക്കും കൂടെ ബാധകമാണ്? നമ്മുടെ ഫോറിൻ കമ്പനിക്കും കൂടെ ബാധകമാണ്. ഓക്കെ.